നോക്കൂ, ഇ ഡിയെ എങ്ങനെയാണ് രാഷ്ട്രീയമായ വേട്ടയ്ക്ക് ഉപയോഗിച്ചത്? സ്വതന്ത്ര ഇന്ത്യ കണ്ടതല്ലേ നമ്മൾ. CBI മാത്രമായിരുന്നല്ലോ ആദ്യ കാലഘട്ടത്തിൽ നമ്മൾ കൂട്ടിലടച്ച തത്തയെന്ന് പറയുകയും പിന്നീട് CBI രാഷ്ട്രീയ വേട്ടയാടൽ ഉപയോഗിക്കുന്നു എന്നുള്ള രാഷ്ട്രീയ നിരീക്ഷണം ഉണ്ടാവുകയും ചെയ്തത്. ആദ്യഘട്ടങ്ങളിലൊക്കെ പോലീസായിരുന്നു, പിന്നീട് അത് CBI ആയി, പിന്നീട് അത് സാവധാനം ED ആയി, പിന്നീട് അത് അങ്ങോട്ട് വന്നപ്പോൾ ഇൻകം ടാക്സ് ആയി. ഇൻകം ടാക്സിൻ്റെ റെയ്ഡുകൾ വളരെ ധാരാളം നടക്കുന്ന കേസുകളുണ്ട്. എന്നാൽ പിന്നീട് നമ്മൾക്ക് പേര് അറിയാവുന്നതും അറിയാത്തതുമായ കേന്ദ്ര ഏജൻസികൾ വന്ന് സ്വാഭാവികമായും അന്വേഷിച്ചു കൊണ്ടിരിക്കുക. എന്താ ഏറ്റവും ഒടുവിൽ SFIO വരുന്നത്? SFIOയ്ക്ക് മുമ്പ് ROCയുടെ ഒരു വരവുണ്ടായിരുന്നല്ലോ. ROC അല്ലേ ഈ കേസിൽ, രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അല്ലേ ഈ കേസിൽ ആദ്യമായി 210 പ്രകാരം അന്വേഷിക്കാൻ വേണ്ടി തീരുമാനിച്ചത്? ആ അന്വേഷണം പൂർത്തിയാവുന്നതിന് മുമ്പല്ലേ 212 പ്രകാരം ROC പോരാ എന്ന് പറയുന്നത് SFIO പോരുന്നത്. അപ്പോൾ എൻ്റെ ആദ്യത്തെ സബ്മിഷൻ എന്ന് പറയുന്നത്, സ്വർണ്ണക്കടത്ത് കേസിൽ എല്ലാവിധ കേന്ദ്ര ഏജൻസികളെയും ഉപയോഗിച്ച് കൊടുക്കാൻ ശ്രമിച്ചിട്ടും കൊടുക്കാതിരിക്കുകയും കൊടുക്കുന്തോറും കുരു കഴിഞ്ഞു പോവുകയും ഒടുവിൽ ഇത് സ്വയം തിരിച്ചടിയാകുമെന്ന ഒരു ഘട്ടം എത്തുകയും ആ സ്വർണം എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോയി എന്ന രണ്ട് പ്രധാനപ്പെട്ട ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനാവാതെ നടുക്കടലിൽ പെട്ടുപോയ അന്വേഷണ ഏജൻസികൾ കൈകാലിട്ടടിച്ച് അതിലെ സ്വപ്ന സുരേഷിനെ ഒടുവിൽ BJPയുടെ പോഷക സംഘടനയിലേക്ക് ചേർത്ത് മുഖം രക്ഷിച്ചുകൊണ്ട് പോയി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതിലൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, നമ്മൾ കണ്ടതെല്ലാം കേവലം രാഷ്ട്രീയ പ്രഹസനങ്ങൾ മാത്രമായിരുന്നു എന്നുള്ളത് സെലക്റ്റീവ് ലീക്കേജിലൂടെ, EDയുടെ ഓഫീസിൽ നിന്ന് ലഭിച്ച സെലക്റ്റീവ് ലീക്കേജിലൂടെ വാർത്താ തലക്കെട്ടുകൾ ആഘോഷിച്ച ഒരു രാഷ്ട്രീയ അസംബന്ധ നാടകമായിരുന്നു സ്വർണ്ണക്കടത്തെന്ന് ഇന്ന് കേരളത്തിൽ ഏതൊരു കൊച്ചു കുട്ടിക്കും അറിയാം.